ഹായ് എവറിബഡി. ആസ് യു കെൻ സീ, ഒരു വലിയൊരു തിരോധാനത്തിന് ശേഷം എൻ്റെ പേജ് തിരിച്ചെത്തിയിരിക്കുകയാണ്. അതിനെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവന്നു എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ എൻ്റെ പേജും എൻ്റെ പ്രൊഫൈൽ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം, ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ പ്രൊഫൈലിൽ. അതായത് എൻ്റെ പേജ് പെട്ടെന്നൊരു ദിവസം കാണാണ്ടായി, ഇറ്റ്സ് നോ വേ ടു ബി ഫൗണ്ട് ഓൺ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പേജ് എനിക്കിപ്പോൾ എങ്ങനെ തിരിച്ചു കിട്ടി, എന്താണ് ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ച് ആണ് ഈ വീഡിയോ. അപ്പോൾ ഞാനിത് ആവുന്നതും ചെറുതാക്കി പറയാൻ നോക്കാം. കാരണം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അവയർനെസ് ആണ്. എൻ്റെ പോലെ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരും അവരുടെ പേജ് മറ്റുള്ളവരെ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയും ഇതൊരു അവയർനെസ് ആണ്, ഒരു അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാനിത് ഷെയർ ചെയ്യണം. അപ്പോൾ ഞാനങ്ങനെ എൻ്റെ പേജ് മിസ്സായപ്പോൾ ഫസ്റ്റ് എൻ്റെ അഡ്മിൻ, അതായത് എൻ്റെ പേജ് കൈകാര്യം ചെയ്യുന്നവരോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അവർ തിരിച്ച് വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് അവർ അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു കാരണം എന്ന് പറയുന്നത്, അവരെന്നോട് പറഞ്ഞ കാരണം, ഫേസ്ബുക്കിൽ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്തപ്പോൾ പെട്ടെന്ന് പേജ് എന്തോ പ്രശ്നം പറ്റിയതാണ്. അങ്ങനെ കുറേ പേജസ് കാണാണ്ടായി, ഡിലീറ്റ് ആയിപ്പോയി. ഇതൊരിക്കലും റിക്കവർ ചെയ്യാൻ പറ്റില്ല. ഇത് എന്താണ്, നമുക്ക് പുതിയ പേജ് തുടങ്ങാനേ നിവൃത്തിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാനത് വിശ്വസിച്ചു. പക്ഷെ എന്നാലും സംവെയർ ഇൻ ദ ബാക്ക് ഓഫ് മൈ മൈൻഡ് എനിക്ക് അത് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഫേസ്ബുക്ക് പോലെ ഇത്രയും എന്താ പറയുക, ഇത്രയും പെർഫെക്റ്റായിട്ട് നടക്കുന്ന, ഇത്ര പെർഫെക്റ്റായിട്ട് ഓടുന്ന ഒരു മീഡിയത്തിൽ നിന്നും ഒരു പേജ് പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഒരു വാർണിങ്ങും ഇല്ലാണ്ട് ഒരിക്കലും ഡിലീറ്റായി പോവില്ല. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് ചെറിയൊരു റിസർച്ചൊക്കെ നടത്തി. അങ്ങനെ എനിക്കറിയാൻ സാധിച്ചു, ഞാൻ കണ്ടുപിടിച്ചു എൻ്റെ പേജ് ആക്ച്വലി എന്താ ഉണ്ടായെച്ചാൽ, ഞാനിത് വിശ്വസിച്ച് ഏൽപ്പിച്ചിരുന്ന അഡ്മിൻസ് അവർ ഈ പേജ് അൺപബ്ലിഷ് ചെയ്തു. ഞാനും അഡ്മിനായിരുന്നു. അപ്പോൾ എന്നെ അഡ്മിനിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഈ പേജ് അവർ അൺപബ്ലിഷ് അഥവാ അവർ ഹൈഡ് ചെയ്തു പേജ്. അപ്പം പിന്നെ അവർക്ക് മാത്രമേ അത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം എന്നെ കളഞ്ഞതുകൊണ്ട്. പിന്നീട് അവർ എൻ്റെ പേജ് റീനെയിം ചെയ്തു, പേര് മാറ്റി വേറെ പേരിട്ട് അതേ ലൈക്സ്, എൻ്റെ പേജിന് 5,40,000-ഓളം ലൈക്സ് ഉണ്ടായിരുന്നു, വെരിഫൈഡ് പേജായിരുന്നു. അതേ ലൈക്സ് വച്ചിട്ട് അവർ വേറൊരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ ഉള്ള ഒരു വലിയൊരു ശ്രമം നടക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടുപിടിച്ചു. അങ്ങനെ ഒരുപാട് ഡ്രാമ, ഒരുപാട് നാടകീയ മുഹൂർത്തങ്ങൾക്ക് ശേഷം പേജ് ഞാൻ തിരിച്ച് വാങ്ങിച്ചു എന്ന് വേണം പറയാനായിട്ട്, തിരിച്ചെടുത്തു എന്ന് വേണം പറയാനായിട്ട്. ഇപ്പോൾ ദ പേജ് ഈസ് മൈൻ. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ 2 വർഷത്തോളമായി ഞാൻ ഈ പേജ് തുടങ്ങിയിട്ട്. എൻ്റെ ഈ പേജ് കൈകാര്യം ചെയ്യുന്നവരായിട്ട് വളരെ നല്ല റിലേഷൻഷിപ്പായിരുന്നു. അവരെ ഞാൻ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്തിരുന്നു. അവരൊരുപാട് കാര്യങ്ങൾ പറഞ്ഞതൊന്നും ഞാനൊരു ചോദ്യം പോലും കൂടാണ്ട് ഞാനവരെ വിശ്വസിച്ച് ഞാൻ ഇരുന്നിരുന്നു. പക്ഷെ അതിനെനിക്ക് നല്ല വൻ പണി കിട്ടി. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിപ്പോൾ ഒരു ഫേസ്ബുക്കിൻ്റെയോ ഒരു ലൈക്സിൻ്റെയോ കാര്യമല്ല. ഇത് വലിയൊരു എന്താ പറയുക, ഒരു വിശ്വാസവഞ്ചനയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതായത് ഞാൻ വളരെയധികം വിശ്വസിച്ചിരുന്നവർ എനിക്ക് ശരിക്കും ഒരുപാട് എന്താ പറയുക, കളവിന് മീതെ കളവ് പറഞ്ഞു. ഓരോ പ്രാവശ്യം ഞാൻ വിളിക്കുമ്പോൾ ഒരുപാട് കളവ് എന്നോട് പറഞ്ഞ് എന്നെ തെറ്റിദ്ധരിപ്പിച്ച് എൻ്റെ പേജ് വാട്ട് ഈസ് ആക്ച്വലി മൈൻ അവരെന്നിൽ നിന്നും എടുത്ത് മാറ്റാൻ നോക്കി. അതിലാണ് ശരിക്കും എനിക്ക് സങ്കടം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള വെച്ചാൽ, എൻ്റെ പോലെ എൻ്റെ കൊളീഗ്സ്, എൻ്റെ പിയേഴ്സ് മാത്രമല്ല, പല മേഖലകളിലും ഫേസ്ബുക്ക് പേജസ് വെച്ച് ഓടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു പേജ് ഒരാളെ ഏൽപ്പിക്കുമ്പോൾ ബി വെരി വെരി കെയർഫുൾ. അതിൽ നമുക്ക് കംപ്ലീറ്റ് കൺട്രോൾ എങ്ങനെ നേടാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ നല്ലോണം പഠിക്കണം. എന്തൊക്കെയാണ് ഇതിൻ്റെ സാധ്യതകൾ എന്നുള്ളത് നമ്മൾ നല്ലോണം പഠിക്കണം. എന്നിട്ടേ നമ്മൾ ഇത് ഒരാളെ ഏൽപ്പിക്കാൻ പാടുള്ളൂ. അത് മാത്രമല്ല, ഞാൻ എൻ്റെ പേജ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, പേജ് തുടങ്ങാനായിട്ടുള്ള ഫോർമാലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പൈസ വരെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ലോഫുള്ളി നീങ്ങാൻ എനിക്ക് ആക്ച്വലി പറ്റും. ഞാൻ എൻ്റെ ലോയറോട് ഇത് സംസാരിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് ചിന്തിക്കുന്നതായിരിക്കും. കാരണം ഒരു വെരിഫൈഡ് പേജിൻ്റെ പിന്നിൽ ഇങ്ങനെയുള്ള അട്ടിമറികൾ നടന്നു കഴിഞ്ഞാൽ ഈസിലി അതൊരു കുറ്റമാണ്. സത്യമായി ഇൻ ദി ഐസ് ഓഫ് ദ ലോ അതൊരു കുറ്റമാണ്. അതൊക്കെ ഞാൻ പിന്നീട് ചിന്തിക്കുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു വീഡിയോ, ദിസ് ഇസ് ഫോർ മൈ ഫ്രണ്ട്സ്, ഫോർ മൈ സപ്പോർട്ടേഴ്സ്, ഫോർ മൈ കൊളീഗ്സ്. ഇങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പ്ലാറ്റ്ഫോം നമ്മൾ വേറൊരാളെ ഏൽപ്പിക്കുമ്പോൾ നമ്മളത് നല്ലോണം ഹോംവർക്ക് ചെയ്യണം, നല്ലോണം അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യണം, അതിനെക്കുറിച്ച് അറിഞ്ഞ് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എന്നെപ്പോലെ നിങ്ങൾക്കും പണി കിട്ടും. അപ്പം നിങ്ങളതിന് വിക്ടിം ആവാണ്ടിരിക്കാൻ ശ്രമിക്കുക.
എന്തായാലും മൈ പേജ് ഇസ് ബാക്ക്, ഓൾ ഇസ് വെൽ. നിങ്ങളെല്ലാവരും എനിക്ക് തന്ന സപ്പോർട്ടിനും എല്ലാത്തിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. എൻ്റെ കുറേ പുതിയ പ്രോജക്ട്സ് ഒക്കെ വരുന്നുണ്ട്, അതൊക്കെ എന്തായാലും ഞാൻ എൻ്റെ പേജിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ ലവ്. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ, നല്ല കർമ്മങ്ങൾ, നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുക. ഓക്കെ, ബൈ. ഇത് ശരിക്കും പറഞ്ഞ പാപ്പനെ കുറിച്ചും വർക്കയെ കുറിച്ചും അതില് വന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട സിഗ്നിഫിക്കന്റ് റോള് മാത്രമാണ് മേരി.